സംഘർഷഭൂമിയിൽ നിന്നും വരുന്ന വാർത്തകളിൽ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളായ തായ്ലൻഡ്, കംബോഡിയയും തമ്മിലുള്ള അതിർത്തി തർക്കം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. തായ്ലൻഡ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഫും വെച്ചായ്ചയുടെ പ്രസ്താവന പ്രകാരം സ്ഥിതിഗതികൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി തുടർന്ന ആക്രമണങ്ങളിൽ തായ്ലൻഡിൽ 19 പേരും കംബോഡിയയിൽ 13 പേരും കൊല്ലപ്പെട്ടു. 13 വർഷമായി ഈ അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്രയും ശക്തമായ വ്യോമാക്രമണം നടക്കുന്നത്. ഈ സംഘർഷം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു വലിയ മാനുഷിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തോളം പേരെയാണ് സംഘർഷ മേഖലകളിൽ നിന്നും ഒഴിപ്പിച്ചത്. 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തായ്ലൻഡ് 8 ജില്ലകളിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉരസൽ ശക്തമായിരുന്നു. ഈ വിഷയത്തിൽ പലതവണ ചർച്ചകൾ നടന്നെങ്കിലും ഫലം കണ്ടില്ല. കഴിഞ്ഞ മാസം കുഴിബോംബ് സ്ഫോടനങ്ങളിൽ തായ്ലൻഡ് സൈനികർക്ക് കാൽ നഷ്ടപ്പെട്ടിരുന്നു. വ്യാഴാഴ്ചയാണ് ഇരു സൈന്യങ്ങളും പരസ്പരം റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഇത് സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. സംഘർഷം രൂക്ഷമായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചു. അംബാസഡർമാരെ തിരിച്ചു വിളിക്കുകയും എംബസികൾ അടച്ചുപൂട്ടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സംഘർഷ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും തായ്ലാൻഡിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. അതുപോലെ കംബോഡിയയിലെ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ പൗരന്മാരോടും യാത്രകൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. തായ്ലൻഡിൽ ഏകദേശം 2 ലക്ഷത്തോളം ഇന്ത്യൻ വംശജരുണ്ടെന്ന് കണക്ക്. ഓരോ വർഷവും 20 ലക്ഷത്തോളം ഇന്ത്യക്കാർ ടൂറിസ്റ്റുകളായി തായ്ലൻഡ് സന്ദർശിക്കാറുണ്ട്.